സ്വിറ്റ്സർലാൻഡ് ഇമ്പോസിബിൾ ആണ്, അല്ലെങ്കിൽ യൂറോപ്പിൽ ഫോറിനറായിട്ട് ജോബ് കിട്ടാൻ ചാൻസ് ഇല്ല, ഇങ്ങനെയൊക്കെ കരുതിയിട്ട് അപ്ലൈ പോലും ചെയ്യാതിരിക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മളുടെ ഇടയിൽ വളരെ കൂടുതലാണ്. എന്നാൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് പറയാൻ പോണത് സ്വിറ്റ്സർലാൻഡിലേക്ക് എങ്ങനെയാണ് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റുക, എങ്ങനെ നമുക്ക് ജോബ് നേടിയെടുക്കാൻ പറ്റും, ഏതൊക്കെ വഴി നമുക്ക് നേടിയെടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും ഇതിന് മുമ്പ് നമ്മൾ കുറച്ച് റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഒരു 90% ആളുകളും എല്ലാവർക്കും ഒരു ലിങ്ക്ഡ്ഇൻ അക്കൗണ്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊരിക്കലും ആക്റ്റീവ് ആവണമെന്നില്ല. നമ്മളൊരു പേരിന് ഒരു ലിങ്ക്ഡ്ഇൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരു ദിവസം നമ്മളൊരു 30 അപ്ലിക്കേഷൻസിൽ നമ്മൾ സെൻഡ് ചെയ്യണം. ഞാൻ ആരും കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല, ബട്ട് അതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലായിട്ട്, അതായത് യൂറോപ്പിലുള്ള പല യൂണിവേഴ്സിറ്റികളിലായിട്ട് മീറ്റപ്പ് ഉണ്ടാവാറുണ്ട്, ഓൺലൈൻ മീറ്റപ്പ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പല എംപ്ലോയേഴ്സായിട്ട് മീറ്റപ്പ് ഉണ്ടാവാറുണ്ട്, പല ഏജൻസികളായിട്ട് മീറ്റപ്പ് ഉണ്ടാവാറുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസും എല്ലാം. സോ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക. സോ നമ്മളിന്ന് നോക്കാൻ പോണത് ഈ ഒരു സ്വിറ്റ്സർലാൻഡിലേക്ക് എങ്ങനെയാണ് ജോബുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ജനേവ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു നഗരമാണ്. ലോകത്തിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ജനേവ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫോറിനേഴ്സിന് നേരിട്ട് ഹയർ ചെയ്യാൻ പറ്റുന്ന പല ഓർഗനൈസേഷൻസും അവിടെ ഉണ്ട്. അതായത് പല കാറ്റഗറിയിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവർ ഇങ്ങനെ വരുന്ന ഫോറിൻ വർക്കേഴ്സിന് വിസ സ്പോൺസർഷിപ്പ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പല ഓർഗനൈസേഷനും ഈ ഒരു ടാക്സ് ഫ്രീ സാലറി വരെ കൊടുക്കുന്നുണ്ട്. അതും ചില ജോബ്സിന് 2 years എക്സ്പീരിയൻസ് മതി, ചില റോൾസിന് ഡിഗ്രി പോലും സ്ട്രിക്റ്റ് അല്ല. അതുപോലെ തന്നെ മന്ത്ലി സാലറി ആയിട്ട് ഒരു 4 ലക്ഷം മുതൽ 10 ലക്ഷം വരെ മന്ത്ലി സാലറി ആയിട്ട് കൊടുക്കുന്ന ഓർഗനൈസേഷൻസും ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനിരിക്കുന്നത് അതായത് സ്വിറ്റ്സർലാൻഡിൽ ഫോറിനേഴ്സിനെ ഹയർ ചെയ്യണ റിയൽ ഓർഗനൈസേഷൻസ് എത്രയാണ്, ഇവർ കൊടുക്കുന്ന സാലറി ഡീറ്റെയിൽസ് എങ്ങനെയാണ്, എൻട്രി ലെവൽ മുതൽ പ്രൊഫഷണൽ റോൾ വരെ ഏതൊക്കെയാണ് ഉള്ളത്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വെരിഫൈ ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക, റൈറ്റ്ഫുൾ ആയിട്ടുള്ള CV ഉണ്ടാക്കുക, റൈറ്റ് ആപ്ലിക്കേഷൻ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക, എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. സോ അങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡ്, വൈ ദിസ് ഈസ് ഡിഫറെൻറ്റ്? മോസ്റ്റ് പീപ്പിൾ തിങ്ക് ലൈക്ക്, അതായത് സ്വിറ്റ്സർലാൻഡ് വർക്ക് പെർമിറ്റ്സ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഇയർലി പെർമിറ്റ്സ് ലിമിറ്റഡ് തന്നെയാണ്, അത് സത്യമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷന് സെപ്പറേറ്റ് ഹയറിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഈ ഒരു നോർമൽ കോട്ട കോമ്പറ്റീഷൻ ഇല്ല. അതായത് ജോബ് കിട്ടിയാൽ വിസ പ്രോസസ്സ് ഈസിയർ ആയിട്ട് നമുക്ക് നടക്കും. ഇതാണ് എപ്പോഴും സ്മാർട്ട് ആയിട്ടുള്ള അപ്ലിക്കൻസ് യൂസ് ചെയ്യുന്ന ഒരു ഹിഡൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പാത്ത് വേ എന്ന് പറയുന്നത്. സോ ഇനി ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഏറ്റവും ആദ്യത്തെ പറയുന്നത് WTO, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതായത് ഈ ഒരു ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ ജനേവ തന്നെയാണ്. സോ ഇവിടെ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി $5000 പെർ മന്ത് വെച്ചിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ടാക്സ് ഫ്രീ ആണ്. സോ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ബിലോ 30 years ആയിരിക്കണം, 2 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇനി ഏതൊക്കെ ഫീൽഡാണ് എന്നുള്ള എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. സോ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു എക്കണോമിക്സ്, ലോ, IT, ട്രേഡ് പോളിസി, ഡാറ്റ അനലിസ്റ്റ് ഇങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രഷേഴ്സിനും എയർലി കരിയർ അപ്ലിക്കൻസിനും നല്ലൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണ് എന്നും കൂടി പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ ഇവരുടെ വെബ്സൈറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കുക ഏതിനൊക്കെയാണ് അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വേക്കൻസികൾ ഉള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് CERN ആണ്. സോ ഈ ഒരു CERNനെ കുറിച്ച് നമ്മൾ ആൾറെഡി ടോക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആൾറെഡി കുറേ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു CERN എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം, ഈ ഒരു CERN എന്ന് പറയുന്നത് ഒരു റിസർച്ച് ഓർഗനൈസേഷൻ ആണ്, ബട്ട് നോട്ട് ഓൺലി ഫോർ സയൻറ്റിസ്റ്റ്. മോസ്റ്റ് ആളുകളും അങ്ങനെയാണ് വിചാരിക്കുന്നത്, ഈ ഒരു CERN എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റിന് മാത്രമാണ് എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു ട്രൂത്ത് എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ HR ജോബുകൾ, ഫിനാൻസ് സെക്ടറിൽ അല്ലെങ്കിൽ അഡ്മിന്, ലീഗല്, IT റോൾസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഹയറിങ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ റോൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ഇങ്ങനെയുള്ള ജോബ്സ് ഒക്കെ കിട്ടും. സാലറി ആയിട്ട് നമുക്ക് $6000 പെർ മന്ത് നമുക്ക് കിട്ടും. അതും ടാക്സ് ഫ്രീ സാലറി ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ബെനിഫിറ്റ്സ് ഒക്കെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പെയ്ഡ് ലീവ് കിട്ടും, അതുപോലെ തന്നെ ഫാമിലി അലോവൻസ്, റീലൊക്കേഷൻ സപ്പോർട്ട്, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് ആണ്. സോ യൂറോപ്പ് എൻട്രിക്കുള്ള ഒരു അൺറേറ്റഡ് പാത്ത് വേ ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു CERN പറയാൻ പറ്റും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് WIPO, അതായത് ടെക് ആൻഡ് ലോ പ്രൊഫഷണൽസിനുള്ളത്. ഇപ്പോൾ ഈ ഒരു സൈബർ സെക്യൂരിറ്റി, ടെക്, മീഡിയ, കോപ്പി റൈറ്റ് അല്ലെങ്കിൽ ലീഗൽ പ്രൊഫഷണൽസിന് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് പെർ ഇയറിൽ
$95,000 പെർ ഇയർ കൊടുക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സീനിയർ റോൾസിനെ കാണുന്നുണ്ടെങ്കിൽ അതിനും കൂടുതൽ കിട്ടും കേട്ടോ. ഞാൻ എത്രയെന്നുള്ളതൊന്നും പറയുന്നില്ല, കാരണം ആർക്കും കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവില്ല. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു 3 to 7 years നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നാലാമത്തെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ITU, അതായത് റിമോട്ട് പ്ലസ് സ്വിറ്റ്സർലാൻഡ് ജോബ്സ്. സോ ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് പറയുന്നത് തന്നെയാണ്, അതായത് റിമോട്ട് റോൾസ് ഒക്കെ ഒരുപാട് കിട്ടും, ജനേവ ബേസ്ഡ് റോൾസും ഉണ്ട്. ഓക്കെ, അതായത് റോൾസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു AI കൺസൾട്ടൻറ്റ്, ടെലികോം സ്പെഷ്യലിസ്റ്റ്, ടെക് കൺസൾട്ടൻറ്റ്, ഇങ്ങനത്തെ ജോബ്സ് ഒക്കെ നമുക്ക് കിട്ടും. സോ നമുക്കിവിടെ കിട്ടുന്ന സാലറി ഒരു $230 to $420 വരെ പെർ ഡേ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഈ ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ ഡെഫിനറ്റ്ലി നമുക്കിവിടെ ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വേൾഡ് എക്കണോമിക് ഫോറം, അതായത് WEF. ഈ ഒരു ഡാവോസ് സമ്മിറ്റ് നടക്കുന്ന ഒരു സെയിം ഓർഗനൈസേഷൻ തന്നെയാണിത്. നമുക്കിപ്പോൾ ഒരു റോൾസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് മാനേജർ, ഡിജിറ്റൽ സ്പെഷ്യലിസ്റ്റ്, ഫിനാൻസ്, ഇങ്ങനെയുള്ള റോൾസൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ്ലി ഒരു 3 to 5 years നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ സെക്ടേഴ്സിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് പ്ലസ് സ്ട്രാറ്റജി പ്രൊഫഷണൽസിന് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. സോ നമ്മൾ ഈ പറയുന്നതിൻ്റെയൊക്കെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ അതുവഴി കയറി നോക്കി തന്നെ വേണം. പിന്നെ ആറാമത്തെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WHO കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവർക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇവിടെ. റോൾസ് എന്ന് പറയുമ്പോൾ ഒരു ജൂനിയർ പ്രൊഫഷണൽ ഓഫീസർ, ഇങ്ങനെയുള്ള റോൾസ് ഒക്കെ ധാരാളം ഉണ്ടാവും. സാലറി എന്ന് പറയുന്നത് അറൗണ്ട് ഒരു $78,000 പെർ ഇയർ സാലറി കൊടുക്കുന്ന ജോബ്സ് ഉണ്ടാവും. റിക്വയർമെൻറ്റ്സ് അതുപോലെ തന്നെ 2 to 5 years എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. ഏജ് അറൗണ്ട് ഒരു 32 yearsന്റെ അടുത്തുള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പറയുന്നുണ്ട്. ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ അപ്ലിക്കൻസിനും ഓപ്പൺ ആണ്. ഓക്കെ, ഇനി ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആർക്കൊക്കെയാണ് ഫിറ്റ് ആവുക എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫാണ് കേട്ടോ ഇതുള്ളത്. അതായത് കൊമേഴ്സ് ആൻഡ് ട്രേഡ് ഉള്ളവർക്ക് ഏതാണ്, അങ്ങനെയുള്ളതിൻ്റെ ഒരു ഗ്രാഫാണ് ഇതുള്ളത്. നിങ്ങളത് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഒരുപാട് ആളുകൾ ഫെയിൽ ആവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് റാൻഡമായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ CV എല്ലാവരുടെയും യൂസ് ചെയ്യുക, ATS ഒപ്റ്റിമൈസേഷൻ ചെയ്യാതിരിക്കുക. അതിനൊക്കെ പകരം നിങ്ങൾ ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കുക, കസ്റ്റമൈസ്ഡ് കവർ ലെറ്റർ ഉണ്ടാക്കുക, ഒഫീഷ്യൽ പോർട്ടൽ വഴി തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കരിയർ പേജിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഒഫീഷ്യൽ പോർട്ടൽസ് ഏതൊക്കെയാണ്, ഇവരുടെ കരിയർ പേജിൻ്റെ വെബ്സൈറ്റും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളെപ്പോഴും കസ്റ്റമൈസ്ഡ് CV ആൻഡ് കവർ ലെറ്റർ ഉണ്ടാക്കുക. നിങ്ങളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജോബിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ചുള്ള CV നിങ്ങൾ ഉണ്ടാക്കണം. എന്നാലുള്ള ജോബ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കുള്ളൂ. ഇതെന്ന് പറയുന്നത് ഒരു 100% ഒരു റിയൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, സോ ഈ ഒരു ഒഫീഷ്യൽ കരിയർ വെബ്സൈറ്റ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വഴി അതുപോലെ തന്നെ ലീഗൽ വിസ സ്പോൺസർഷിപ്പോട് കൂടിയിട്ട്, അതും ഹൈ സാലറിയിൽ യൂറോപ്പിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ചാൻസ് തന്നെയാണ്. സോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേറെ കമൻസിൽ ചോദിക്കുക. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം, and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.